ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അത്തം ദിനാശംസകൾ അല്ലേ. അപ്പം ഇന്ന് അത്തമല്ലേ. ഞാൻ നേരത്തെ എണീറ്റു കേട്ടോ. അതെ, ഇപ്പം 5:30 ആയി. നേരത്തെ എണീറ്റു. കിച്ചണിൽ ചോറിൽ വെള്ളം വെച്ചു. പിന്നെ എന്താണ് സാമ്പാറിനുള്ള കാര്യങ്ങളും പരിപ്പൊക്കെ വേകാനിട്ടു. അപ്പോഴേക്കും അതായത് വിസിൽ വരുന്നത് പരിപ്പ് വേഗമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാനതേ ഡോറൊക്കെ തുറന്ന് ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. നേരം വെളുക്കുന്നേ ഉള്ളൂ. ഞാൻ ചെടികളൊക്കെ നോക്കിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പകലൊക്കെ നല്ല വെയിലും രാത്രി നല്ല മഴയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ചെടികളൊക്കെ ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ബാൽക്കണി ഫുള്ള് നമ്മൾ അപ്പുറത്ത് ഹാങ് ചെയ്ത് വെച്ച ചെടികളിലെ മണ്ണ് ഫുള്ള് തെറിച്ചിട്ടുണ്ടാവും, ഇങ്ങോട്ടായിട്ടുണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. എന്തോ ഇന്നലെ മഴ പെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ പോയി പരിപ്പൊക്കെ ഓഫ് ചെയ്തു. ഇനി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിയാനുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കുമ്പോഴേക്കും കുട്ടികൾക്ക് അപ്പോഴേക്കും സമയമാവും. അപ്പോൾ വേഗം വെള്ളം തിളച്ചു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നേരം വെളുത്ത് തുടങ്ങി. പിന്നെ ഞാൻ കുട്ടികൾക്ക് എന്തായാലും സ്കൂളിലേക്ക് എല്ലാ കറികളും എന്നെക്കൊണ്ട് സാധിക്കില്ല രാവിലെ. അപ്പോൾ ചോറും സാമ്പാറും ക്യാബേജും പയറുപ്പേരിയും, അത് പയറുപ്പേരിയല്ല, പയറ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും വേഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യങ്ങൾ പതുക്കെ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇന്ന് എന്താണ്, സദ്യയാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും പോയി അത്തമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെറിയൊരു രീതിയിൽ സദ്യ ഒരുക്കുക ഉള്ളൊരു തീരുമാനത്തിലായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ ഇന്നലെ. എന്തായാലും 4-5 ദിവസം നമ്മൾ ഓണത്തിന് അവിടെ ആയിരിക്കും. ശരി, എന്നാൽ പിന്നെ ഇന്ന് അത്തമല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു സദ്യ ആക്കാമെന്ന് വിചാരിച്ചു. ആരും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ വേഗം തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചാണ് കേട്ടോ. ഏട്ടൻ വന്നിട്ട് തേങ്ങ ചിരവി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. തലേനാൾ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയെല്ലാം പൊട്ടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. നമ്മൾ ഇന്നലെ വാങ്ങിയ പൂവൊക്കെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ട് വേഗം ഇടിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊട്ടും എണീക്കുന്നതും ഇല്ല. ശരി, എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം വെളിയിൽ വെക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അവർ എണീക്കുമല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞ് നടന്നിട്ട് ഇതിപ്പോൾ എല്ലാം ആവുമോ, സദ്യ ഒരുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അത് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഓടിച്ചാടി മറിഞ്ഞ് പടപടയെന്ന് പണി ചെയ്യും. അപ്പോൾ ഞാൻ തേങ്ങപ്പൂൾ എടുക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം തെറിച്ച് പോകുന്നുണ്ട്. തേങ്ങപ്പൂൾ പറഞ്ഞിട്ട് നമ്മളുടെ പയറ് മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഞാൻ തേങ്ങ ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കും. ഉള്ളി നീളത്തിലരിഞ്ഞതും എല്ലാം കൂടി ഉണ്ട് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും സാമ്പാറിനുള്ളത് വേഗം വഴട്ടത്. അപ്പോഴേക്കും ഏട്ടൻ വന്നേ തേങ്ങയൊക്കെ ചിരവി തരുന്നുണ്ട്. വേഗം ചിരവി തന്നു ഏട്ടൻ. അപ്പോഴേക്കും ഞാൻ വേഗം സാമ്പാറിന് വറുക്കുകയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാവുന്നത്. കാരണം കുട്ടികൾ പോകുമ്പോഴത്തേക്കും വേഗം സാമ്പാറും ചോറും ഈ 2 ഉപ്പേരിയും പറഞ്ഞല്ലോ അതാവണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി അവിയൽ, പുളിയിഞ്ചി ഉണ്ടാക്കണം, മാങ്ങ ഉണ്ടാക്കണം, പായസം ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് വേഗം ഒന്ന് ആവട്ടെ, പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓരോന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വേഗം ചെയ്യായിരുന്നു. ഇതേ നാടൻ വെണ്ടയ്ക്ക് ഇന്നലെ വാങ്ങിച്ചോണ്ടോ നമ്മൾ. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോറ് വെന്ത് തുടങ്ങി. സാമ്പാറിനുള്ളതും ആയി. ഇനിയിപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ പുളിയൊക്കെ ഒന്ന് ഒഴിക്കണം, തേങ്ങ അരപ്പ് ഒഴിക്കണം. പയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അത് വേഗം 10 മിനിറ്റ് കൊണ്ടാവും കേട്ടോ. അത് നോക്കേണ്ട കാര്യമില്ല. തേങ്ങയും ഉള്ളിയും പയറും കൂടെ ഉപ്പ് മുളക് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് തനിയെ അവിടെ കിടന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും എല്ലാം അവർ പോകുമ്പോഴേക്കും പിള്ളേർക്ക് വേണമല്ലോ. അപ്പോൾ അതും കൂടെ വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേഗം പയറും മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കുകയാണേ. ശരി, എന്നാൽ പിന്നെ ക്യാബേജും കൂടെ കട്ട് ചെയ്യാം. അങ്ങനെ ചോപ്പർ ഉള്ളത് കൊണ്ട് പിന്നെ ഒന്നും അറിയണ്ട കേട്ടോ. വേഗം 2 വലിച്ചും കൊണ്ട് അങ്ങനെ അതും വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചോപ്പറിൽ വേഗം വലിക്കും. ചേട്ടാ കട്ട് ചെയ്ത് തരാം, അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ശരി, വേണ്ട, നമുക്ക് ചോപ്പറിൽ പൊടിയായി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചോപ്പറിൽ ഇട്ടതാണ്. പയറും കൂടെ കഴുകിയിടുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ വേവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആ നേരം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും സാമ്പാറൊക്കെ റെഡിയാക്കാമല്ലോ. സാമ്പാറിനുള്ള അരപ്പ് ഞാൻ ഇതിനിടയ്ക്ക് അരച്ചു കേട്ടോ. എല്ലാം എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ തിരക്ക് ഓരോ കാര്യങ്ങൾ ഓടി നടക്കുന്നതുകൊണ്ട് പുട്ടിനുള്ളതും വേഗം കുഴച്ച് മാറ്റി വയ്ക്കുകയാണ്.
ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം വേഗം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞാൻ സെറ്റും കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പൂവിടണം. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടച്ച് വീട് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പോയി കുളിച്ചിട്ട് വരാം. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുടയ്ക്കൽ പരിപാടി വേണ്ടാലോ. അപ്പോൾ മൊത്തം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വൃത്തിയാക്കി വരുന്നിട്ട് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എന്തേ മിന്നുന് തലമുടി കെട്ടണം എന്ന് പറഞ്ഞ് അവൾക്കും 2 സൈഡാണ് എപ്പോഴും. അപ്പോൾ മുടിയൊക്കെ നല്ലപോലെ പിന്നിട്ട് കൊടുത്തു. പിന്നെ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചു കേട്ടോ. ഒന്ന് ഒരു കുറച്ച് നേരം 10 മിനിറ്റെങ്കിലും നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അവിയലിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. കിച്ചണും കൂടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞ് വന്നാൽ ഒരുപാട് പണിയൊന്നുമില്ലല്ലോ. കിച്ചൺ നീറ്റായി കിടക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും കുറച്ച് സന്തോഷമായിരിക്കും. മൊത്തം അലമ്പായി കിടക്കുമ്പോൾ കുക്ക് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ശരി, ഇതും കൂടെ കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും എന്താ പറയുക, കുറച്ചുകൂടെ തേങ്ങ ചിരവാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുളിച്ചിട്ട് വാ, ഞാൻ ചിരവി വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണ് ഞാൻ. സ്റ്റൗവും കൂടെ ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റൗവിൻ്റെ മേലെയൊക്കെ ഫുൾ എണ്ണയായിരുന്നു. സാമ്പാറിനൊക്കെ വഴറ്റിയതല്ലേ. അപ്പം മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇനി വീണ്ടും തുടയ്ക്കേണ്ടി വരും. അറിയാം, ഇനിയാണ് വലിയ വലിയ പണികൾ. ഇനി നമ്മൾ അച്ചാറും അതും ഇതൊക്കെ ഉണ്ടാക്കാനുണ്ട്. സാരില്ല, എന്നാലും ക്ലീനായിട്ട് വരാം. കാരണം ഇനി നമ്മൾ പൂവൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ച് ആവുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എങ്ങനെ ഒരു 2 മണിക്കൂർ മേലെയാവും. അപ്പോൾ കിച്ചൺ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിയൊക്കെ കൊഴിഞ്ഞ് വന്നു. തലയൊക്കെ തോർത്താണ് കേട്ടോ. പിന്നെ അതേ ശിവൻ്റെ പാട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും രാവിലെയും വൈകുന്നേരം ഡിവോഷണൽ സോങ്സ് വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും. രാമായണ മാസമാകുമ്പോൾ രാമായണ പാരായണമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ശിവൻ്റെ പാട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ദൈവങ്ങളുടെയും പാട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. ഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ മഹാലക്ഷ്മിയുടെ വയ്ക്കും. അങ്ങനെ പിന്നെ അതേ പൂജാമുറിയിൽ പോയി അവിടേക്ക് ഒന്ന് പൂക്കളൊക്കെ വെച്ചു. വിളക്കൊക്കെ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം അമ്പലത്തിൽ പോകാനായിട്ട്. പൂട ഒരുപാട് വൈകി. ഒരു 7 മണി ആകുമ്പോഴത്തേക്കും പൂടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും അതെ 9 മണി ആയിട്ടുണ്ട്. ഇനി വേണം അമ്പലത്തിൽ പോകാനായിട്ട്. കാരണം രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകണ തിരക്കായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി പറഞ്ഞു വിട്ട് ഞാൻ പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ച് ആവുമ്പോഴത്തേക്കും ഒരുപാട് വൈകി പോയി. ഇതേ രാവിലെ ഏട്ടൻ പോയിട്ട് ശംഖു പുഷ്പമൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു റൗണ്ട് വെക്കാൻ തയ്യെന്ന് വിചാരിക്കണോ? തയ്ക്കില്ല. ഇതേ അവിടെ കൂടെ ഗ്യാപ്പുണ്ട്. ശംഖുപുഷ്പം വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ചേട്ടാ. നമ്മൾ സെൻറ്ററിൽ തുളസി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ലെയർ വന്നിട്ട് ബോഗിയൻ വില്ലയാണ്. അപ്പാർട്ട്മെന്റ് നിറയെ പൂവുള്ളതുകൊണ്ട്. അതെ, നമുക്കിവിടെ നിറയെ പൂവുള്ളതുകൊണ്ട്. അടുത്തത് റോസ്. ഈ വീഡിയോ എടുക്കൽ പരിപാടി എല്ലാം കൂടെ ബുദ്ധിമുട്ടാണല്ലേ. ഇതവിടെ റിംഗ് ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഇങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. അടുത്തത് വൈറ്റ് ഇടാം. ശരി, നോക്കാം. ഇരുന്നപ്പോഴേ ഒന്ന് എണീറ്റതാണ്.
ഇന്നോട്ട് കുറച്ച് ഇന്നോട്ട് ഭംഗിയുണ്ട് അവിടെ കാണാൻ. പൂവുണ്ടല്ലോ എന്താണ് ഒരുപാട് നാളേക്ക് വേണ്ടേ? കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി. നാളേക്കൊക്കെ ഉണ്ട്. ഇന്ന് ഫസ്റ്റ് ദിവസമല്ല, നിറയെ ഇട്. നാളേക്ക് വേണം. നാളെ വിനായക ചതുർത്ഥിയാണ്. 28-ാം തീയതിയാണ്. നാളെ 27. ജമന്തി ഫുൾ പൂവിന് റൗണ്ട് വെച്ചാലോ? പൂ മാത്രമാ? പൂ മതിയാ? ശരി, മതി. ഇത് ഇനി ഇവിടെ ഒന്ന് വെക്കണം. ഏകദേശം സെറ്റായിട്ടുണ്ട്. അല്ലേ? അപ്പം നമ്മുടെ പൂക്കളൊക്കെ സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾക്ക് നേരെ അമ്പലത്തിൽ പോകണം. ഇതേ കുറച്ചുകൂടെ പൂ ബാക്കിയുണ്ട്. ഇന്ന് മൊത്തം തീർക്കാൻ പറ്റിയല്ലോ. ഇനി നാളേക്കും വേണം. നാളേക്കും കൂടെ ഉള്ളതുണ്ട് കുറച്ചൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്ക് ഉണ്ടാവില്ല, അപ്പോൾ വാങ്ങേണ്ട വരും. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും മതി. നമുക്കൊന്ന് നേരെ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി വന്നിട്ട് കുറച്ചുകൂടെ പണിയുണ്ട് കേട്ടോ. പായസം ഉണ്ടാക്കാനുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടില്ല, മാങ്ങാച്ചാറ് ഉണ്ടാക്കിയിട്ടില്ല, അവിയൽ ഉണ്ടാക്കിയിട്ടില്ല. കുറച്ചുകൂടെ പണിയുണ്ട്. ഇതാണ് കേട്ടോ ഇന്നത്തെ അത്തം ലുക്ക്. ഇനി മുല്ലപ്പൂ വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിട്ടോ. ഇന്ന് അത്തം എൻ്റെ നാൾ കൂടെയാണ്. അപ്പോൾ നാളിന് നമ്മൾ അമ്പലത്തിൽ വരാറുണ്ട്. മുരുകൻ കോവിലേക്കാണ് കേട്ടോ എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഗണപതിയുടെ അമ്പലത്തിൽ വന്നു. കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പുട്ട്, പഴം, സാമ്പാർ, ദോശ. എൻ്റെ ഏട്ടൻ മാങ്ങ അച്ചാറിടാനുള്ള അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. അല്ലേ ചേട്ടാ? നല്ല പച്ച മാങ്ങയാണല്ലോ. അല്ലല്ലേ എപ്പോഴും വാങ്ങിച്ചു കഴിയുമ്പോൾ ഒന്നില്ലേ ഉള്ളൊക്കെ മഞ്ഞ കളറായി ആവാറുണ്ട്. ഇത് നല്ല പച്ച മാങ്ങ. അപ്പോൾ നമ്മൾക്ക് ഇനിയും കുറേ പണികൾ ബാക്കിയാണ്. ഇത് അവിയൽ വെക്കാനായിട്ട്. ഈ മൺചട്ടിയിൽ അവിയൽ, ഇതിൽ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം അവിയലിനുള്ള കഷ്ണങ്ങൾ, വെജിറ്റബിൾസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഓരോ ആൾക്കാർ ഉണ്ടാക്കുന്നത് പല രീതിയിലായിരിക്കും. ചില ആൾക്കാർ ആയിരിക്കും ഈ കടുക് ഫസ്റ്റ് തന്നെ കടുക് വറുത്തിട്ട് ഉണ്ടാക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ചു. അല്ല, വെള്ളം ഒഴിക്കണം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് വേവിക്കണം. ഞങ്ങൾ പാലക്കാട്ടുകാർ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞൾ പൊടി ഇട്ടിട്ടാണല്ലോ അവിയൽ വെക്കാറ്. നമ്മൾ ഈ വെള്ള കളറിലാണ് കേട്ടോ, മഞ്ഞൾ പൊടി ഇടാറില്ല. വേവട്ടെ. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അതായത് ഞങ്ങൾ ഇഞ്ചിപ്പുളി എന്നാണ് പറയാറുള്ളത്. പുളിയിഞ്ചി എന്ന് പറയാമല്ലോ ഇപ്പോൾ തൽക്കാലം വീഡിയോ എടുക്കുന്നത് കൊണ്ട്. ലേശേട്ടാ പുളിയിഞ്ചി എന്ന് പറയണ ഇഞ്ചിപ്പുളി എന്ന് പറയണം. ഇഞ്ചിപ്പുളി. അപ്പോൾ ഇഞ്ചിപ്പുളിക്കുള്ളതെല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലേ ഉള്ളൂ. ഇനി കടുക്. ഇഞ്ചിപ്പുളി ഇപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കടുക് പൊട്ടിക്കും, ഉലുവയിടും. പുളിയിഞ്ചി പലരും പല രീതിക്കാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ കടുക് സാധാരണ രീതിയിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കടുക് പൊട്ടിക്കും, അതിൽ കുറച്ച് ഉലുവ, ജീരകം, അങ്ങനെയൊക്കെ വറ്റൽമുളക്, കറിവേപ്പില ഒന്ന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റും. അതിനുശേഷം നമ്മൾ പിന്നെ മുളക് പൊടികളൊക്കെ ഇട്ടും. എന്നിട്ട് പിന്നെ പുളി ഒഴിക്കും. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. എന്നിട്ട് പുളി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നന്നായി തിളച്ച് ആ പുളിയിൽ കിടന്നിട്ട് ഇഞ്ചി ഒന്ന് വെന്ത ഇഞ്ചിയുടെ പച്ചമണം ഉണ്ടാവില്ല, അതൊക്കെ പോയതിന് ശേഷം ലാസ്റ്റ് വെള്ളം ഇടും. അങ്ങനെയാണ് ഞാൻ ഇഞ്ചി പുളി വയ്ക്കാറുള്ളത്. പുളിയിഞ്ചി
ഒഴിച്ചു. പുളിയിഞ്ചിക്ക് പറ്റിയ ചട്ടിയാണ് കേട്ടോ അത്, കുഞ്ഞു ചട്ടി. ഞാൻ എപ്പോഴും ഓണത്തിൻ്റെ ആ സമയത്ത് ഇതിലാണ് പുളിയിഞ്ചി ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കാര്യമാണ്. നമ്മൾ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് നാട്ടിലാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ഇഞ്ചി എടുത്തത്. ഇത് തന്നെ ധാരാളം, കുട്ടികളൊന്നും കഴിക്കില്ല, ഞാൻ തന്നെ കഴിക്കണം. ഏട്ടൻ വേണിച്ചാൽ ഒരു ദിവസം കഴിക്കും, പിന്നെ കഴിക്കില്ല. അപ്പോൾ അതേ പുളിയിഞ്ചിക്കുള്ള എല്ലാ സാധനങ്ങളും പൊട്ടി വരുന്നുണ്ട്. കടുക്, ഉലുവ എല്ലാം പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ വഴറ്റി, നമ്മുടെ അവിയൽ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വഴറ്റണം. ഇനി നമുക്ക് ഈ സമയത്ത് അരപ്പൊഴിക്കണം. കുറച്ചുകൂടെ വേഗട്ടെ, അത് വെള്ളം ഒന്ന് വറ്റണേ. അപ്പോൾ നമ്മളിത് ഇഞ്ചി മൂത്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മല്ലിപ്പൊടി എപ്പോഴും കുറച്ചിടാറുണ്ട്, എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല. പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ എടുത്തില്ല. മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെയാണ് കേട്ടോ. അതിൽ മഞ്ഞ കാണുന്നുണ്ട്. അപ്പം നല്ലതുപോലെ പച്ചമണം പോണ വരെ ഒന്നുകൂടെ ഇളക്കുക. ചട്ടി പെട്ടെന്ന് ചൂടാവുന്നത് കൊണ്ട് വേഗം പുളിവെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇളക്കട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിതേ പുളിവെള്ളം ഒഴിക്കാം. ഇതിൽ പുളിവെള്ളം നല്ല പുളിപ്പുണ്ട് കേട്ടോ. അത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് അവസാനമായിട്ട് ചേർക്കണം. ഉപ്പ് ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്തു, ഇനി നോക്കിയിട്ട് ഒന്നുകൂടി ഇടും. പിന്നെ ലാസ്റ്റ് വെല്ലവും കൂടി ഇട്ടാൽ സെറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയലും ആവാനായി. രണ്ടും കൂടി ആകുമ്പോഴേക്കും അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. ഇനി ഇതേ ഈ മാങ്ങക്കറി ഒന്ന് കടുക് വറുക്കാനുണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇതാ, നമ്മൾ ഇന്നലെ അത്തം പൂ വാങ്ങിക്കാൻ പോയപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ മേടിച്ചു എന്ന് പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്. എപ്പോഴും മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ പുഴുങ്ങാറാണ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ പീസ് പീസാക്കും. ഈ തൊലി ഇതൊന്നും കളയില്ല. അങ്ങനെ തന്നെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കുക്കറിൽ കാണിച്ചാൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നോർമൽ വെക്കുന്ന പോലെ അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ആവുമ്പോഴേക്കും വെന്ത് വരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ, ഇപ്പം ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മയും അങ്ങനെ ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതി തൈരൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ. അപ്പം ശരി, എന്നാൽ പിന്നെ അങ്ങനെ വേണ്ട, നമ്മൾ എൻ്റെ ഒരു രീതിക്ക് ഇപ്പോൾ നമ്മൾ തേങ്ങ ജീരകമൊക്കെ അരച്ചിട്ട് ഇത് ആദ്യം വേവിക്കും. മുളക് മഞ്ഞളൊക്കെ ഇട്ട് ഉപ്പ് പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കും. എന്നിട്ട് വെന്ത് വരുമ്പോൾ അതിൽ തേങ്ങ അരപ്പ് ചേർക്കുമല്ലോ, തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ട്. പച്ചമുളക് വേണ്ട, തേങ്ങയും ജീരകം മാത്രം. എന്നിട്ട് ലാസ്റ്റ് കടുക് വറുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല കട്ടിക്ക് നല്ല തിക്കായിട്ട് വരും. അപ്പം നമ്മളൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. അങ്ങനെ നോക്കട്ടെ കേട്ടോ, എനിക്കറിയില്ല, നമ്മൾ ഉണ്ടാക്കാത്തത് കൊണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ മുറിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ മുറിക്കുന്നുണ്ട്. ചക്കരവള്ളിക്കിഴങ്ങല്ലേ പറയാം നമ്മൾ. ചക്കരക്കിഴങ്ങ് എന്ന് പറയും കേട്ടോ. മധുരക്കിഴങ്ങ് പറയേണ്ടത്. പക്ഷെ ഞങ്ങളൊക്കെ പാലക്കാട്ടുകാരൊക്കെ ചക്കരക്കിഴങ്ങ് അല്ല, ചക്കരവള്ളി. ഇവരുടെ ഏട്ടൻ്റെ ഭാഗത്ത് ചക്കരവള്ളി, ഞങ്ങളുടെ ഭാഗത്ത് ചക്കരക്കിഴങ്ങ്. കുറച്ചുകൂടെ വേറെ കൂടുതലും എല്ലാ ഭാഗങ്ങളിലും മധുരക്കിഴങ്ങ്. ശരി, അപ്പൊ പിന്നെ തർക്കം വേണ്ട, നമുക്ക് ഒറ്റ വാക്കിൽ നിർത്താം. ഇംഗ്ലീഷിൽ എന്താണ് സ്വീറ്റ് പൊട്ടാറ്റോ? അപ്പൊ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം വരുന്നില്ല. കാരണം യൂട്യൂബിൽ
എൻ്റെ അനുഭവം എല്ലാവർക്കും അറിയാലോ. എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിനൊക്കെ കുറ്റം പറയാൻ 100 ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? കുറ്റം പറയാൻ നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയല്ല ചിന്തിക്കാതെ വന്നിട്ട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. എൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ കുറ്റം പറയാൻ എന്താ പറയാ, നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നോക്കൂ, നമ്മളൊരു നല്ല കാര്യം ചെയ്യുള്ളൂ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആകെ 1-2 പേരുണ്ടാവുള്ളൂ. അതും വേണോ വേണ്ടയ്ക്ക് പറയുന്നതായിരിക്കും. അതേസമയം കുറ്റം പറയാൻ 1000 പേരുണ്ടാവും അല്ലേ? എന്താ അതില്ലേ? ഇതെല്ലാവരും ഇങ്ങനെയാവുന്നതില്ലേ? ചിലപ്പോ ഈ ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ? മനുഷ്യന്മാരെ അങ്ങനെ തന്നെയാണ്. എന്തോ ആവട്ടെ അല്ലേ? അപ്പൊ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ആ കുട്ടികളൊന്നും ഇത് കഴിക്കില്ല. അപ്പൊ വെറുതെ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചുണ്ടാക്കുന്നത്. ഇനി ഈ സമയത്ത് നമ്മൾ ശർക്കര പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എത്ര കൂടിയാലും പ്രശ്നമൊന്നുമില്ല, കൂടിപ്പോയോ എന്ന് വെച്ച് പ്രശ്നം വരാനൊന്നുമില്ല. മധുരം കൂടുന്നത് അത്രയും നല്ലതല്ലേ, കാരണം നല്ല പുളിയായിരിക്കും. അതിലിപ്പോൾ കളർ നോക്കൂ, ആ ശർക്കര ആഡ് ചെയ്തപ്പോൾ കളറ് ശരിക്കും ഇത് നാളേക്കേ സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നല്ലേ ഉണ്ടാക്കണത്. നാളെ ഒരു ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ആ ഈ ഒരു മൺചട്ടിയിൽ ഇരുന്ന് ഒരു ദിവസത്തെ പഴക്കമൊക്കെ വരണം. ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് നെക്സ്റ്റ് ഡേ കഴിയണം, ഒരു ദിവസം കഴിയണം. ഒരു ദിവസം അല്ലല്ലോ ചേട്ടാ, ഒരാഴ്ച വരെ നിൽക്കില്ലേ? ഓരോ ദിവസം കഴിയുന്തോറും ഫസ്റ്റ് ഡേ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, സെക്കൻഡ് ഡേ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് മുഖം എരിയുണ്ട്. ഞാൻ മധുരം കുറച്ച് കുറവ് പോകുന്നുണ്ട്, കുറച്ചുകൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിടുമ്പോൾ നല്ല കറുപ്പ് കളർ കാണിക്കും കേട്ടോ. അതിടുമ്പോൾ നല്ല കളറ് വരുന്നുണ്ടല്ലേ. ഇനി ഇതൊന്ന് വരിച്ച് വരണം. അല്ല, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഫ് ചെയ്താലും ഇതിപ്പോൾ ഇട്ടേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കട്ടിയാവുമല്ലോ. കുറച്ച് ലൂസിൽ ഇറക്കുന്നതിന് നല്ലത്. എൻ്റെ പ്രശ്നം എന്താ അറിയോ, ഒരു കറി വയ്ക്കുമ്പോൾ ഒരു 1000 പ്രാവശ്യം ഇങ്ങനെ നക്കി നോക്കും. ഇഞ്ചിപ്പുളി പൊതുവെ എന്തൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും നക്കിക്കൊണ്ടേയിരിക്കും, ടേസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കണം. നോക്കി അവസാനം എനിക്ക് മൊത്തത്തിൽ ഒന്നും മനസ്സിലാവാണ്ടാവും. കാരണം വെറുതെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് മനസ്സിലാവുക? അതേ പുളിയിഞ്ചി നല്ലപോലെ തിളച്ച് മറിയുന്നുണ്ട്. പുളിയിഞ്ചി ആയി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം, ചൂടുണ്ട്. പുളിയിഞ്ചി മാറ്റിയിട്ട് നമ്മുടെ മധുരക്കിഴങ്ങിൽ ഞാനിപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അങ്ങനെ പച്ചമുളക് പൊളിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് വേവട്ടെ. സ്പെഷ്യൽ റെസിപ്പിയാണ്, ആരും ഉണ്ടാക്കാത്ത കറിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അടിപൊളിയായിരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ വെള്ളമൊക്കെ നന്നായി വറ്റിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതേ കഷ്ണങ്ങൾ നന്നായി വെന്തു കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്താണ് തേങ്ങ, ജീരകം, പച്ചമുളക് ചേർത്ത് അരച്ചത്. കുറച്ച് വേണിച്ചാൽ വെള്ളം ചേർക്കാം, കാരണം വെള്ളം എല്ലാം വറ്റിപ്പോയതല്ലേ. നമ്മൾ തൈര് ചേർക്കും, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസ് ആവാതെ നോക്കണം. ഇനി നമുക്ക് എന്താ പരിപാടി? ഒരു കാര്യം പറഞ്ഞില്ല കേട്ടോ. നമ്മളെപ്പോഴും ഒരു സദ്യ വല്ല ഒരുക്കങ്ങളുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്നത് പായസമാണേ. ഇന്ന് മറന്നുപോയി. പക്ഷെ പായസം ഉണ്ടാക്കണം എന്നൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞു, രാവിലെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോണ തിരക്കും, പൂവിടൽ, കുട്ടികൾ പോകുന്ന തിരക്ക്, മൊത്തത്തിൽ കിച്ചണിൽ ഒരേ തിരക്ക്. മൊത്തത്തിൽ എനിക്ക് പായസത്തിൻ്റെ കാര്യം മറന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ആയി, ഇപ്പം എല്ലാം ആയല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ കിഴങ്ങ് കറിയല്ലേ ഉള്ളൂ. പിന്നെ മാങ്ങക്കറി ഒന്ന് കടുക് വറുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനിയും സേവ പായസം. ഏട്ടൻ ഇന്ന് കടുമധുരം ഉണ്ടാക്കാൻ പറഞ്ഞാണ് കേട്ടോ. നമുക്ക് അമ്പലത്തിലൊക്കെ കിട്ടില്ലേ, അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പോലത്തെ കടുമധുരം അത് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വിനായക ചതുർത്ഥി വരുന്നുണ്ടല്ലോ, അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ശരി. അപ്പം ഇന്ന് സേമിയ പായസം ആക്കാമെന്ന് വിചാരിച്ചു. അന്ന് സേമിയ പായസം. വാഴയില മുറിക്കാൻ പോകണ്ടേ? വാഴയില വാഴയില മുറിക്കണം. വാഴയില എപ്പോഴും വാങ്ങിക്കാണ്, ഇപ്പില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ തന്നെ നിറയെ വാഴയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മുറിക്കാമല്ലോ. ലേശം കേട്ടാ
ഇനിയിപ്പോൾ എന്തിനപ്പോൾ വാങ്ങിക്കാൻ കാര്യമൊന്നുമില്ല. കുറച്ച് ഉപ്പിട്ടതാണ് കേട്ടോ, ഉപ്പില്ലായിരുന്നു. അപ്പോഴേക്കും തൈര് ശരിയാക്കേണ്ട കണ്ടില്ലേ, അരപ്പൊക്കെ ചേർത്തപ്പോൾ ഒന്ന് കളറൊക്കെ ആയി. ഇനി തൈരും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ അവിയൽ സെറ്റ് ആവുള്ളൂ. അപ്പോഴത്തേക്കും എന്തേ വെന്തിട്ടില്ല, ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോണം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം തേങ്ങയിലൊക്കെ കിടന്ന് വെന്ത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അതേ വെള്ളമൊക്കെ വറ്റി, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ, അതൊക്കെ വറ്റി കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് തൈര് ചേർക്കാം. ഇനിയിപ്പൊന്നുമില്ല, ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, കറിവേപ്പില ഇടും, അത്രയേ ഉള്ളൂ. തൈര് ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ, പച്ച വെളിച്ചെണ്ണ, അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ശരിക്കും അവിയലിന്. ചിലയിടത്തൊക്കെ കടുക് വറുത്ത് കൂട്ടും തോന്നുന്നുണ്ട് അല്ലേ, കടുകൊക്കെ താളിച്ച് ചേർക്കാറുണ്ട് തോന്നുന്നു. നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല, നമ്മൾ കടുക് താളിക്കാറില്ല. മഞ്ഞൾപ്പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ കുറച്ച് പ്രാവശ്യം ഒരു 3 വട്ടമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. വ്യത്യാസം, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല, കളറ് മാത്രം ഈ യെല്ലോ കളർ പോയിട്ട് ഈ വൈറ്റ് പോയിട്ട് യെല്ലോ ആവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ. നോക്കൂ, ശരിയായില്ലേ? ഇത് തിളച്ച് പറയാൻ പാടില്ല. ഇനി കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി. ഇനി നമുക്ക് പായസം വെക്കാം അല്ലേ, അത് കഴിഞ്ഞ പണിയെല്ലാം കഴിഞ്ഞു. ഇന്ന് ഒരേ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ, രാവിലെ തുടങ്ങിയുള്ള ഓട്ടപ്പാച്ചിലാണ്. ഞാൻ 5 മണിക്ക് എണീറ്റിട്ടാണ് ഓരോ കാര്യങ്ങളും, ഇരുന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ബ്രേക്ക്ഫാസ്റ്റ് പോലും അമ്പലത്തിൽ പോയി വന്ന് അതിനിടയ്ക്ക് നമ്മൾക്ക് കുറച്ച് പോസ്റ്റൊക്കെ ഇടാനുണ്ട്, എല്ലാം അതിൻ്റേതായ കറക്റ്റ് ടൈമിലെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെയും ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ഇടാനും ഒക്കെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിതേ വീണ്ടും കിച്ചണിലോട്ട് വന്നതാണ്. അങ്ങനെ ചോറും കറികളൊക്കെ പിന്നെ രാവിലെ സാമ്പാറൊക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ സെറ്റായിട്ടോ, വേണ്ടില്ലേ. ഞാൻ കുറച്ചിങ്ങനെ സ്പൂണ് വെച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ടേ, അപ്പം നല്ലപോലെ വെന്തുടഞ്ഞല്ലോ. ഇനി നമ്മൾക്കിത് അരപ്പ് ചേർക്കാം. ഈ കറി എന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും? എനിക്ക് തോന്നുന്നു വെച്ചാൽ പൊട്ടറ്റോൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, കുറച്ച് സ്വീറ്റ് ആയിട്ടുണ്ടാവും. ഇതിന് വേറൊരു മണം ഉണ്ടല്ലോ. മത്തൻ ഓരൻ പോലെ ഉണ്ടാവുമോ? മത്തൻ ഓരൻ പോലെ ഉണ്ടാവുമോ? മത്തൻ ഓരൻ പോലെ ആണോ എനിക്കറിയില്ല, നോക്കാലോ. നമുക്ക് ചോറിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും. നല്ല കൂള് പോലെ. ടേസ്റ്റ് നോക്ക്. നേരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മള് ഈ മത്തൻ എരിശ്ശേരി കഴിക്കില്ലേ, അതുപോലെ ഉണ്ട് ടേസ്റ്റ്. അല്ലേ, മത്തൻ എരിശ്ശേരി പോലെ ഉണ്ട്. ഏകദേശം മത്തൻ എരിശ്ശേരി പോലെ തന്നെ ഉണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട വരും ഇല്ല, തോന്നുന്നില്ല. ഉപ്പ് കറക്റ്റ് തന്നെയാണ്. ഒരൊറ്റ നുള്ളു ഇട്ടാൽ മതി, ഒരു നുള്ളു തരട്ടെ സുരേട്ടനെ, നുള്ളട്ടെ. 12 മണിയായി കേട്ടോ. നമുക്ക് പായസം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഇല മുറിക്കാൻ പോകണം അല്ലേ. എനിക്ക് ലോഗിൻ ചെയ്യണം 12:30. നേരത്തെ വർക്കുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇലയൊക്കെ മുറിച്ച് കഴിക്കുമ്പോൾ കുട്ടികളില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആ കുട്ടികളിന് വൈകുന്നേരം വന്നിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർക്കും.
അരപ്പല്ല, സോറി, കടുക് വറുത്തത് ചേർത്ത് കേട്ടോ. വേണ്ടില്ലേ ഇപ്പം കൂടെ വെച്ചാൽ പണി കഴിക്കും. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂടിൻ്റെ ഒരു പ്രശ്നം. അത് ഇങ്ങനെ സാരി കൊടുത്ത് പണി ചെയ്യുന്ന ദിവസമൊക്കെ നല്ല വെയിലായിരിക്കും, എല്ലാ ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും. നമ്മൾ ഡബിൾ ഹോൾസിൻ്റെ സേമിയാണ് കേട്ടോ പായസം ഉണ്ടാക്കണ്ടേ. ഇതിന് മുന്നേ അന്ന് ഉണ്ടാക്കിയത് നമ്മൾ ഇതായിരുന്നില്ല, പീസായിട്ടുള്ളത് കിട്ടുമല്ലോ, അതാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ അടുത്തത് നമ്മുടെ പായസത്തിലേക്ക് വന്നു. ഇതേ നട്ട്സൊക്കെ നല്ലപോലെ വറുത്തു നെയ്യിലാണ്. ഞാൻ വീഡിയോ എടുത്തില്ല, അത് നെയ്യിട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ ഓർത്തത് തന്നെ. ഇനി നമുക്ക് കുറച്ച് സേമിയം, പ്രാവശ്യം കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ സേമിയം പൊട്ടിച്ച് ഇതുപോലെ വേറൊരു പാത്രത്തിൽ അരപ്പാത്രമായി. മൊത്തം 2 ദിവസം പായസം കുടിക്കേണ്ട അവസ്ഥയായിരുന്നു. പാൽ ഒഴിച്ച് പാത്രം നിറഞ്ഞു പായസം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അന്നത്തെ പോലെ ആവരുത്, കുറച്ച് പായസം മതി എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ കുറച്ച് എടുത്തുള്ളൂ സേമിയം. എന്താ മണം? നെയ്യിൻ്റെ മണം. നെയ്യ് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. നമ്മൾ നെയ്യ് എപ്പോഴും മേടിക്കാറില്ല, അമ്മ ഉണ്ടാക്കി കൊണ്ടുവരാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ചുണ്ടാക്കാൻ കാരണം നാളെ എൻ്റെ സൗണ്ട് അടച്ചു പോയി. അയ്യോ എൻ്റെ സൗണ്ട് പോയി ഗൈസ്. നാളെ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ടല്ലോ. സുരേട്ടൻ കൊണ്ട് നാളെ വിനായക ചതുർത്ഥി എല്ലാവരും. നാളെ എല്ലാവരും പിന്നെ എപ്പോഴാണ്? നാളെ എപ്പോഴാണ്? 26. ഇന്ന് 26 അല്ലേ? നാളെ 27 വിനായക ചതുർത്ഥി. നാളെയാണ്. പക്ഷേ അപ്പാർട്ട്മെന്റിൽ 28 മുതൽ 31 വരെ പരിപാടി ഒന്നും എന്താ അറിയില്ല. അപ്പം അങ്ങനെ ഇട്ടിക്കണേ, ഞാൻ ബോർഡ് കണ്ടു. അതെ, സേമിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നു. ഇനി നമുക്ക് പാൽ ആഡ് ചെയ്യണം. സേമിയ പായസം വയ്ക്കണപ്പോൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് ഈ ഗുഡ് ലൈഫ് ഇതാണ് കേട്ടോ ആഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരുടെയും അർത്ഥം എങ്ങനെയായിരുന്നു? ഇപ്പോൾ സാധാരണഗതിയിൽ ഞാനിങ്ങനെ അർത്ഥത്തിലൊന്നും ചെയ്യാറൊന്നുമില്ലല്ലോ, പറഞ്ഞിരുന്നില്ലേ? അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ശരിക്കും നാട്ടിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്നും ഇത്രയും കഷ്ടപ്പെട്ടത്. രാവിലെ 5 മണിക്ക് എണീറ്റതാണ്, 12 മണി കഴിഞ്ഞു. കറക്റ്റായിട്ട് നമ്മൾക്ക് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാവിലെ തന്നെ തീരേണ്ട പണികളെ എനിക്കുള്ളൂ. കാരണം വീഡിയോ എടുക്കുക പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണല്ലോ. കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ പണി നടക്കത്തുമില്ല, സമയം വെറുതെ പോവും. അങ്ങനെയാണ് ഇത്രയും വൈകിയത്. അല്ലെങ്കിൽ രാവിലെ തന്നെ എൻ്റെ എല്ലാ പണിയും തീരേണ്ട സമയമായിരുന്നു. വീഡിയോ എടുക്കണം, കറക്റ്റായിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്ത് ചെയ്യണം. അപ്പോഴേക്കും സമയം പോയി. ഇതേ പായസമായി. വാഴല മുറിക്കാൻ പോണ പോക്കാണ് കേട്ടോ ഇത്. ഭയങ്കര വീട്ടിലാണല്ലോ. നമ്മളിത് എവിടെയാണ് കേട്ടോ ഇല മുറിക്കാൻ വന്നത്. കണ്ടില്ലേ? ഇത് ഇന്നലെ കീറി വന്നല്ലോ. ശരി, ഇതൊന്നും എടുക്കാനത്. ഇത് ഇങ്ങനെ വന്നു, കുഴപ്പമില്ലല്ലോ. പക്ഷെ നാക്കല വേണ്ട, നാക്കലയൊന്നുമില്ല. നമുക്കിത് പപ്പടം കാച്ചലുണ്ടോ? നിഷ്കളി ഇപ്രാവശ്യം അച്ഛനമ്മയും വന്നായിരുന്നില്ലേ? അച്ഛനമ്മയും കൊണ്ടുവന്നാണ് കേട്ടോ ഇത്. റെഡ് കളർ എന്താ? ഗുരുവായൂർ പപ്പടമില്ല. ഗുരുവായൂർ പപ്പടം ഒരു 2 ഉണ്ട് തോന്നുന്നു. ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ ഫ്രിഡ്ജിലുണ്ടോ നോക്കാൻ പോയതായിരുന്നു. അപ്പോൾ അതേ 1 കഴിഞ്ഞ് ഇത് മാത്രമേ ഉള്ളൂ. ഒരു പപ്പടം ഉള്ളൂ? എന്നെ കാണിക്കല്ലേ പ്ലീസ്. ഒരു പപ്പടം ഉള്ളൂ? ഒരു പപ്പടം ഉള്ളൂ. അയ്യോ കൈ പൊള്ളി, ഇത്ര വലുതാണ്. അപ്പോൾ അതേ നമ്മുടെ
ലഞ്ച് ടൈം ആയിട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. പപ്പടം എടുത്തില്ല, ഒരു മിനിറ്റ്. ഈ പപ്പടം അപ്പോൾ ഇത് വലിയ അല്ലേ, ഗുരുവായൂർ പപ്പടം തന്നെ വയ്ക്കാമല്ലേ. പപ്പടമായി. ഇനി എന്താ വയ്ക്കാനുള്ളത്? ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇനി ചോറുണ്ട്, സാമ്പാറുണ്ട്, പായസമുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിപ്പുളി അടക്കം ഇന്ന് രാവിലെ ഇട്ട്, സത്യം പറഞ്ഞാൽ ഇന്നലെ മാങ്ങ അച്ചാറും പുളിയിഞ്ചിയൊക്കെ ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഇഞ്ചി അടക്കം തോല് കളഞ്ഞതും ക്ലീൻ ചെയ്തടക്കം ഇന്ന് രാവിലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം വെജിറ്റബിൾസ് കട്ട് ചെയ്തതും സാമ്പാറിനും അവിയലിനും എല്ലാം ഇന്ന് രാവിലെ ആയിരുന്നു. ഒന്നും തലേനാൾ ഇന്നലെ ചെയ്തില്ലേ. മൊത്തം പണിയെന്ന് പറയാം. ഇനി ഇതേ ഭക്ഷണം കഴിച്ചിട്ട് സുഖമായി പോയി കിടന്നുറങ്ങണം. നല്ല ടയർഡായിട്ടുണ്ട്. അപ്പം നമ്മളിതേ ഭക്ഷണം കഴിക്കണം കേട്ടോ. അത്തം സദ്യ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അത്തം ദിവസത്തെ വിശേഷങ്ങൾ. ഇനി നാളെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനൊരു 5 ദിവസമെങ്കിലും, അത്തം തൊട്ട് 10 ദിവസം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെന്ന് അറിയില്ല, ശ്രമിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.